ഹായ് എവരി വൺ, എൻ്റെ പേര് അൻസാർ. എൻ്റെ ഫിക്സ്ഡ് റൈറ്റ് എന്ന ഈ ഒരു ബിസിനസ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നല്ല അറിവുകൾക്ക് കുഞ്ഞു കുഞ്ഞു വീഡിയോകൾ, മെച്ചമായ അറിവുകൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനൊരു ബിസിനസ് കോച്ചോ അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ട് ട്രെയിനറോ ഒന്നുമല്ല. എൻ്റെ അറിവുകളായി ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യുന്നതെല്ലാം വഴിയിൽ കണ്ടതാണ്, ചിലതെല്ലാം മൊഴിയിൽ കേട്ടതാണ്, വായിച്ചറിഞ്ഞതാണ്, പിന്നെ ഞാൻ സ്വപ്നം കണ്ടതും. പല സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുകയും ചെറുതും വലുതുമായി കുറേ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ ലഭിച്ച അറിവുകൾ എപ്പോഴും ഒരു പ്രശ്ന പരിഹാരത്തിനായി പലരും എന്നെ സമീപിക്കുന്നത് ഞാൻ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുന്ന ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒരിക്കലും ഒഴിഞ്ഞു മാറിയിട്ടില്ല. എക്സിക്യൂഷൻ ലെവൽ വരെയും ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ലെവൽ വരെയും അവരെ സഹായിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ആ നന്ദി അവർ നേരിട്ട് വന്ന് പറയുമ്പോൾ എന്നിലെന്തോ ഒരു കണ്ടൻറ്റ് ഉണ്ട്, അത് പരിഹരിക്കാനെന്ന് തോന്നുന്നത് കൊണ്ട് അത് കോമണായി എല്ലാവരുമായി ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ചാനൽ ഉണ്ടാക്കിയതും അതിലൂടെ നിങ്ങളുമായി സംവദിക്കുന്നതും. ഒന്നുകൂടി റിക്വസ്റ്റ് ചെയ്യുന്നു, ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ബെറ്റർ വീഡിയോസ് ഇൻ ദ ഫ്യൂച്ചർ. ആദ്യ വീഡിയോ എന്ന നിലയിൽ വളരെ ചെറിയൊരു കാര്യം പറയുകയാണ്. നാം ഒരു ബിസിനസ്സിനെ പറ്റി ആലോചിച്ച് തുടങ്ങുന്നത് 3-4 ഘട്ടങ്ങളിലാണ്. ഒന്ന്, നമുക്കൊരു വരുമാനം ഉടനെ വേണം എന്നൊരു അത്യാവശ്യം ഉണ്ടാവുകയും നമുക്കൊരു ജോലിയോ മറ്റു വരുമാനമോ ഒന്നും ഇല്ലാതിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥയിൽ. മറ്റൊന്ന്, കുടുംബം പുലർത്താൻ തികയുന്നില്ല ഒന്നും എന്നുള്ളൊരവസ്ഥയിൽ. നമ്മളൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ശമ്പളത്തിൻ്റെ കണക്കുകൾ മാസാവസാനം വരെയും ആദ്യം മുതൽ അവസാനം വരെയും കൂട്ടിയും കിഴിച്ചും ഇരിക്കുന്നതല്ലാതെ മറ്റൊന്നും ഡെവലപ്പ് ചെയ്യാൻ പറ്റാതെ മാനസിക അസ്വാസ്ഥ്യം പെരുകുന്നൊരു സന്ദർഭത്തിൽ ചിന്തിക്കുന്നതാണെന്ന് വരുമാനം വർദ്ധിപ്പിക്കണമെന്ന്. അപ്പോൾ തുടങ്ങാൻ ബിസിനസ്സിനെ പറ്റി ആലോചിക്കും എല്ലാവരും. ഇത് എങ്ങനെ ഒന്ന് എക്സിക്യൂട്ട് ചെയ്തെടുക്കാം എന്നുള്ളതാണ് എപ്പോഴും തുടക്കത്തിലുള്ള കൺഫ്യൂഷൻ. ഇതിന് വേണ്ടത് ആദ്യമായിട്ട് നമ്പർ 1, ഒരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ല, ഒരു പ്രൊഡക്റ്റ് അല്ല, അല്ലെങ്കിൽ ഒരു ചെയ്യാനുള്ള ധൈര്യം, ഇതൊന്നുമല്ല. ആദ്യം വേണ്ടത് ഒരു റീസൺ ടു സ്റ്റാർട്ട്. ഒരു ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന റീസൺ ആയിരിക്കും, റീസണബിൾ റീസൺ. ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നാകാം, അല്ലെങ്കിൽ ഏറ്റവും ഉദാത്തമായൊരു കാരണമാണ് ഒരു വ്യാപാര സ്ഥാപനമോ വ്യവസായ സ്ഥാപനമോ തുടങ്ങി സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന ഒരുപാട് പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്ത് കാലഘട്ടങ്ങൾക്കപ്പുറം നിലനിൽക്കുന്ന വളർന്നുകൊണ്ടേയിരിക്കുന്നൊരു സ്ഥാപനം സ്ഥാപിച്ച ഒരാളായി മാറുക എന്നുള്ളത് ഒരു പുണ്യകർമ്മമായും ഒരു സ്വന്തമായി അസറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു വഴിയായും ഒക്കെ കാണുന്നവർക്ക് അതാണ് ഏറ്റവും ഉദാത്തമായൊരു കാരണമെന്ന് പറയാവുന്നത്. ചെറുതിൽ തുടങ്ങി ഒരു ഘട്ടം കഴിയുമ്പോൾ സ്കെയിലപ്പ് ചെയ്ത് മറ്റു ഘട്ടം കഴിയുമ്പോൾ പടർന്ന് പന്തളിച്ച് വളരുന്നൊരു സ്ഥാപനം ഉണ്ടാക്കാന്നുള്ളത്. സോ ദ നമ്പർ 1 is to have a reasonable reason to start. The number 2 is have a product. എങ്ങനെ ഒരു പ്രൊഡക്റ്റ് തിരഞ്ഞെടുക്കാം എന്നുള്ളത് വലിയൊരു കൺഫ്യൂഷനാണ്. നമ്മുടെ ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങളിലേക്കൊന്ന് കുറച്ച് ദിവസങ്ങളൊന്ന് കണ്ണോടിച്ചാൽ മനസ്സിലാകും. അവിടെ ഏതൊക്കെയോ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെയോ പ്രശ്നങ്ങൾ ശരിയായ രീതിയിൽ പരിഹരിക്കപ്പെട്ടിട്ടില്ല. അതിനൊരു സൊല്യൂഷൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ പ്രൊഡക്റ്റ്. അതൊരു സർവീസാകാം, ഒരു വസ്തുവാകാം. ഇത് രണ്ടും ഒരു പ്രൊഡക്റ്റായിട്ട് മാത്രമേ ഒരു ബിസിനസ് പറയാൻ പറ്റുകയുള്ളൂ. ചെറിയൊരു ഉദാഹരണത്തിന് പറഞ്ഞാൽ, വളരെ ലളിതമായൊരു ഉദാഹരണം പറഞ്ഞാൽ, കൊതുക് കടി സൊസൈറ്റി നിലനിൽക്കുന്ന ഒരു വലിയ ഇഷ്യൂ ആണ്. അതിന് മോസ്കിറ്റോ റെപ്പലൻ്റ് അവൈലബിൾ ആണ്. ചിലയിടങ്ങളിൽ നല്ല റെപ്പലൻ്റൊന്നും അവൈലബിൾ ആയിരിക്കില്ല. ചിലയിടത്ത് ഒരു മോസ്കിറ്റോ റെപ്പലൻ്റ് കൊണ്ട് കൊതിന് ഓടിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഇതേതായാലും ഒരു അണ്ടർ സെർവ്ഡ് ഏരിയ ആണ്. എന്ന് വെച്ചാൽ ഒന്നുകിൽ അതിന് ആവശ്യത്തിന് തികയുന്നൊരു പ്രൊഡക്റ്റ് ഇല്ല, അല്ലെങ്കിൽ ഉള്ള പ്രൊഡക്റ്റ് ശരിയായ രീതിയിൽ സെർവ് ചെയ്യപ്പെടുന്നില്ല. നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ടാവും ലോകത്ത് എവിടെയെങ്കിലും, അത് നിങ്ങളുടെ ചുറ്റുപാടുകളിലേക്ക് എത്തിയിട്ടില്ല. ഇതൊരു എക്സാമ്പിളായിട്ട് പറയുകയാണ്. ഇതിനൊരു പരിഹാരം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയെങ്കിൽ അതാണ് നിങ്ങളുടെ പ്രൊഡക്റ്റ്. ചിലപ്പോൾ നിങ്ങൾക്കൊരു പാഷൻ ഉണ്ടാകാം, ഫാഷനിലോ അല്ലെങ്കിൽ റീറ്റെയിലോ ഒക്കെ. പാഷൻ ട്രൈ ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങളുടെ പാഷൻ ഇന്നത്തെ കാലഘട്ടത്തിൽ ബിസിനസ്സിൽ സൊസൈറ്റിയുമായിട്ട് ചേർന്ന് നിന്ന് മാർക്കറ്റ് ചെയ്യപ്പെടാൻ സാധ്യതകളൊന്നാണെങ്കിൽ മാത്രം. അല്ലെങ്കിൽ ഫോർഗെറ്റ് ദ പാഷൻ നിങ്ങൾക്ക് പിന്നീട് ധാരാളം വരുമാനം ഉണ്ടാകുമ്പോൾ ഒരു പാഷന് വേണ്ടി മാത്രം ചെയ്യാം. ആൻഡ് ദ സെക്കൻഡ് ഈസ്, വൺസ് യു ഹാവ് ദ പ്രൊഡക്റ്റ്,
ആ പ്രൊഡക്റ്റ് അനന്തമായൊരു ബെസ്റ്റ് പ്രൊഡക്റ്റായി കാത്തിരിക്കുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് കണ്ടിട്ടുണ്ട്. ഇപ്പോഴും അവർ കാത്തു നിൽക്കുക തന്നെയാണ്. കാരണം അങ്ങനെ ഒരു ബെസ്റ്റ് പ്രൊഡക്റ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് ഇൻ ദ വേൾഡ്. പല നല്ല പ്രൊഡക്റ്റുകളും ഇന്ന് നാം കാണുന്നത് താരതമ്യേന ഗുണനിലവാരമുള്ള അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റിനെ എടുത്ത് അതിനെ പിന്നെ ക്യൂർ ചെയ്ത് കൊണ്ടുവന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് നല്ലൊരു പ്രൊഡക്റ്റാക്കി മാറ്റിയ വലിയ കമ്പനികളുടെ കൈകളിലാണ് അതുള്ളത്. ആ കമ്പനികൾ തന്നെ അവർ അതിനെ ചെയ്തെടുത്തതാവാം, അല്ലെങ്കിൽ വലിയൊരു വില കൊടുത്ത് മാറ്റാൻ നിങ്ങൾ അതിൻ്റെ മോണോപ്പൊളി വാങ്ങിയെടുത്തതാവാം. അതുകൊണ്ടൊരു ബെസ്റ്റ് പ്രൊഡക്റ്റായിട്ട് ഒരു തുടക്കക്കാരൻ കാത്തു വയ്ക്കാതെ നിങ്ങളൊരു പ്രശ്നം കണ്ടെത്തുകയും അതിനൊരു പരിഹാരം സൊസൈറ്റിയിലുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ആ താരതമ്യേന ഗുണനിലവാരമുള്ള വലിയൊരു കംപ്ലൈൻറ്റ് വരാത്ത രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റുമായിട്ട് തുടങ്ങുക. ആ തുടങ്ങിയ പ്രൊഡക്റ്റിന് സിംഗിൾ സ്പെസിഫിക് ഒബ്ജക്റ്റായി തുടക്കത്തിൽ വെച്ചുകൊണ്ട് മാർക്കറ്റിംഗ് അതിൽ മാത്രം കേന്ദ്രീകരിക്കുക. ആൻഡ് ബി കെയർഫുൾ. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ദ സെയിൽസ്. നമ്മുടെ നാട്ടിൽ പൊതുവെ പറയപ്പെടുന്നൊരു ചിലപ്പോൾ വിസിറ്റിംഗ് കാർഡ് പോലും സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് മാനേജർ അല്ലെങ്കിൽ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് സ്റ്റാഫ് ഇങ്ങനെയൊക്കെയാണ് കാണുന്നത്. സെയിൽസും മാർക്കറ്റിങ്ങുമായി അഭേദ്യമായൊരു ബന്ധമുണ്ടെങ്കിലും രണ്ടും രണ്ടാണ്. സെയിൽസ് എന്ന് പറയുന്നത് കമ്പനിയുടെ ഒരു റവന്യൂ ഉറപ്പിക്കാൻ ഒരേ ഒരു മാർഗമായ ക്ലോസ് ചെയ്ത് എമൗണ്ട് കയ്യിൽ വന്നു കഴിഞ്ഞാൽ മാത്രം പറയാൻ പറ്റുന്നൊരു ഫാക്ടറാണ് സെയിൽസ്. അതേസമയം മാർക്കറ്റിംഗ് ആ സെയിൽസിന് വേണ്ടി സുഗമമായ ഒരു വഴിയൊരുക്കലാണ്. ഇത് രണ്ട് വിങ്ങായിട്ട് പ്രവർത്തിക്കുന്നതാണ്. പക്ഷേ ദർ ഇസ് ഓൾസോ മാർക്കറ്റിംഗ് അസോസിയേറ്റഡ് വിത്ത് സെയിൽസ്. അത് പിന്നീട് ഒരിക്കൽ പറയാം എങ്ങനെയാണ് മാർക്കറ്റിംഗ് സെയിൽസിൻ്റെ ഒരു ഭാഗമായി തീരുന്നുള്ളത്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, സെയിൽസ് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ സെയിൽസിന് ശക്തമായൊരു തൂണിൽ ചാരി നിന്ന് മാത്രമേ വളർന്ന് കൂടുതൽ ഉയർച്ചയിലേക്ക് വളരാൻ പറ്റുകയുള്ളൂ. ആ ഒരു തൂണാണ് മാർക്കറ്റിംഗ്. ചാരി നിൽക്കാനുള്ളൊരു തൂണാണ്. ആദ്യം വളരാനുള്ളൊരു വഴിയാണ്, പിന്നീട് ചാരി നിൽക്കാനുള്ളൊരു തൂണാണ്. അതുകൊണ്ട് തന്നെ എത്രയോ സെയിൽസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, അത്രയും തന്നെ മാർക്കറ്റിംഗ് ഡെവലപ്പ് ചെയ്യാനും ഇമ്പോർട്ടൻസ് കൊടുക്കണം. Now, number 3 is, after having a product, you should have a community to hear you. നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾ പറയുന്നത് കേൾക്കാനൊരു കമ്മ്യൂണിറ്റി ഉണ്ടാവണം. അതൊരു സുപ്രഭാതത്തിൽ സംഭവിക്കുന്നില്ല. സിമ്പിൾ തിങ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ സിമ്പിൾ കമ്മിറ്റ്മെൻറ്റ്സ് സൊസൈറ്റിയോട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, കൂട്ടുകാരോട് ബന്ധുക്കളോട് ഇവരോടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. പറഞ്ഞാൽ ചെയ്യുന്നവരാണ് എന്നുള്ളൊരു ബോധ്യം അവർക്കുണ്ടായിത്തീരുമ്പോൾ അവർ നിങ്ങളുടെ ഫാനായി മാറുകയാണ് ഓട്ടോമാറ്റിക്കലി. നിങ്ങൾ പറയുന്നവർ ട്രസ്റ്റ് ചെയ്യും. ആ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി രൂപീകരിക്കുക. അതൊരു സോഷ്യൽ മീഡിയയിലൂടെയോ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെയോ ഒരു യൂട്യൂബ് ചാനലിലൂടെയോ ഇങ്ങനെയൊക്കെ എങ്ങനെയും ആവാം. ബട്ട് കമ്മ്യൂണിക്കേറ്റ്. നിങ്ങൾ പറയുന്നത് കേൾക്കാനൊരു ഓഡിയൻസ് വേണം. അതാണ് നിങ്ങളുടെ കമ്മ്യൂണിറ്റി. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ്, നിങ്ങളുടെ പ്രോഡക്റ്റ് അത് എന്ത് തന്നെ ആയാലും അതിന് മാർക്കറ്റിലൊന്ന് പൊസിഷൻ ചെയ്യണം. അത് സെയിൽസിലേക്ക് എത്തുന്നതിന് മുമ്പ്, മാർക്കറ്റിനെ ഹിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അത് മാർക്കറ്റിലൊന്ന് പൊസിഷൻ ചെയ്യണം. പൊസിഷൻ ചെയ്യുക എന്ന് വെച്ചാൽ ഏത് കാറ്റഗറി ഓഫ് കസ്റ്റമേഴ്സിലാണ് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ആവശ്യകത കൂടുതൽ വരിക എന്ന് മനസ്സിലാക്കിയിട്ട് മെജോറിറ്റി ഓഫ് കോൺസെൻട്രേഷനും ആ ഏരിയയിലേക്ക് കൊടുക്കണം. ഉദാഹരണത്തിന് പറഞ്ഞാൽ ഒരു തിരക്കേറിയൊരു വെജിറ്റബിൾ അല്ലെങ്കിൽ ഒരു ഫിഷ് മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് ആരും ഒരു ഫാഷൻ സ്റ്റോർ തുടങ്ങാറില്ല. അതേപോലെ ഒരു എക്സ്ക്ലൂസീവ് ജെൻസ് മെൻസ് സ്റ്റോറിൽ താരതമ്യേന ലേഡി കസ്റ്റമേഴ്സ് വരുന്ന കുറവായിരിക്കും. ഉണ്ടാവാം, പക്ഷെ വരുന്ന കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ലേഡീസ് സ്പെഷ്യൽ ഐറ്റം ഒരു ജെൻസ് സ്റ്റോറിൽ, ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു ജെൻസ് സ്റ്റോറിൽ വെക്കാറില്ല ആരും. അവിടെ ഒരു സർട്ടൻ പെർസെൻറ്റേജ് സെയിൽ ലഭിച്ചേക്കാം, പക്ഷേ നിങ്ങളുടെ കോൺസെൻട്രേഷൻ മുഴുവൻ മാസ് മാർക്കറ്റിലായിരിക്കണം. ഇതിന് മറ്റൊരു നല്ല ഉദാഹരണം പറയാം. മാർക്കറ്റ് പൊസിഷനിങ്ങിൻ്റെ ഞാൻ പഠിച്ച വഴികളിൽ കണ്ട ഏറ്റവും ബെസ്റ്റ് ഉദാഹരണങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസ്. അതെങ്ങനെ മാർക്കറ്റിൽ പൊസിഷൻ ചെയ്തിരിക്കുന്നു എന്നത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാം. രണ്ടാമത്താണ് റോൾസ് റോയ്സ് കാർസ്. അത് മാർക്കറ്റിൽ എങ്ങനെയാണ് പൊസിഷൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കറിയാം. ഒന്ന് സാധാരണക്കാരുടെ ഇടയിൽ ഒരു അപ്രമാദിത്വത്തോടെ നിലനിൽക്കുമ്പോൾ, മറ്റൊന്ന് അതിസമ്പന്നരുടെ ഇടയിൽ അവരൊരു ലൈഫ് സ്റ്റൈലായി, ഒരു പ്രസൻറ്റബിൾ ഐറ്റമായി റോൾസ് റോയ്സ് കാറ് മാറുകയാണ്. ഇത് രണ്ടും പ്രത്യേകിച്ച് ഒരു മാർക്കറ്റിംഗ് അല്ല, പ്രത്യേകിച്ച് ഒരു അഡ്വർടൈസ്മെൻറ്റോ ഒരു സ്പെഷ്യൽ ഓഫറോ ഒന്നുമില്ലാതെ തന്നെ കാലഘട്ടങ്ങൾക്കിപ്പുറവും ഗ്രോ ചെയ്തുകൊണ്ടേയിരിക്കുന്നു, എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ജനങ്ങളുടെ ഇടയിൽ അതിന് സ്വീകാര്യത കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഇത് മാർക്കറ്റ് പൊസിഷനിങ്ങിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാണ്. മാർക്കറ്റ് പൊസിഷൻ എവിടെയാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ
സെൽ വിത്ത് എന്തൂസിയാസം. വളരെയധികം ഉത്സാഹത്തോടെ ഉന്മേഷത്തോടെ വിൽപ്പന തുടങ്ങുക. ആദ്യം റിജക്ഷൻസ് ആയിരിക്കും മിക്കയിടങ്ങളിലും ഉണ്ടാകുക. പക്ഷേ ഈ റിജക്ഷനൊക്കെ ഒരു ദിവസം ആക്സെപ്റ്റൻസായി മാറും. നിങ്ങളവർ സ്വീകരിച്ചു തുടങ്ങും. അതിൽ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ ചെയ്തുകൊണ്ടേയിരുന്നാൽ. സോ സ്റ്റാർട്ടിങ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ്. പല വലിയ ബിസിനസ് ഐഡിയകളും മാന്യമായ നല്ല നന്മയുള്ള പടർന്ന് പന്തലിക്കാൻ സാധ്യതയുള്ള ബിസിനസ് ഐഡിയകൾ ഇല്ലാതെ പോയത്, ലോകത്തിന് ലഭിക്കാതെ പോയത്, ലോകത്തിന് വൻ നഷ്ടമായി പോയത് ഈ ഐഡിയകൾ മനസ്സിൽ കൊണ്ട് നടന്നവർക്ക് അത് തുടങ്ങാൻ പറ്റിയില്ല എന്നുള്ളത് കൊണ്ടാണ്. തുടങ്ങുക എന്നുള്ളത് ടു സ്റ്റാർട്ട് വിത്ത് എന്നുള്ളത് ഒരു വലിയ റോഡ് ബ്ലോക്കാണ്. ആ റോഡ് ബ്ലോക്കിൽ തട്ടിത്തടഞ്ഞ് നിന്ന് പോയെന്ന് ഒരുപാട് ആശയങ്ങളുണ്ട്. അതിനെ മറികടന്നവർ മാത്രമാണ് പിന്നീട് വിജയിച്ചിട്ടുള്ളവരെല്ലാം. സോ ഡു ദ സിമ്പിൾ തിങ്സ് ഇൻ എ ഗ്രേറ്റർ വേ. അതായിരിക്കും തുടക്കത്തിൽ നല്ലത്. ടു സ്റ്റാർട്ട് എന്നുള്ള ആ ഒരു ആവേശത്തോടെ ആ സ്റ്റാർട്ടിങ് പോയിൻ്റ് ഒന്ന് മറികടന്നാൽ പിന്നീട് അങ്ങോട്ടുള്ള വളർച്ച നിങ്ങൾക്ക് എളുപ്പവും സുഖവുമായിരിക്കും. ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയാണ് ഞാൻ മാർക്കറ്റിങ്ങിൻ്റെ ഒരു കണക്ടിവിറ്റി സെയിൽസുമായിട്ട് ബന്ധപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ദ ലാസ്റ്റ് പോയിൻ്റ് ഓഫ് എ സെയിൽസ് ഈസ് ഹാൻഡ് ഓവർ ചെയ്യുക എന്നുള്ളതാണ്. ഒരു ക്വാളിറ്റി ഹാൻഡ് ഓവർ. മാന്യമായ രീതിയിൽ എന്ത് പ്രോഡക്റ്റും ഹാൻഡ് ഓവർ ചെയ്യണം. ഒരു കടലാസ് കഷ്ണത്തിൽ പൊതിഞ്ഞ പ്രോഡക്റ്റ് കൊടുക്കുന്നതിന് പകരം നാം കണ്ടിട്ടുണ്ട് കാറുകളുടെയൊക്കെ കീ കൊടുക്കുന്നത് ഒരു വെള്ളിത്തളികയിൽ പട്ടി വിരിച്ചതിന് മേലെ താക്കോൽ കൊടുത്തുകൊണ്ടാണ് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. എല്ലാ കാർസിനുമല്ല, ചില കാറുകളൊക്കെ നാം താക്കോൽ വെറുതെ അവരുടെ കയ്യിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യണം. അതിന് പകരം ഒരു ക്വാളിറ്റി ഹാൻഡ് ഓവർ അറേഞ്ച് ചെയ്യുകയും ഇത് കൊടുക്കുന്ന സമയത്ത് അവർ നിങ്ങളിൽ നിന്ന് വാങ്ങിയവരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ബിഗ് താങ്ക് യു പറയാൻ മടിക്കാതിരിക്കുകയും ചെയ്യുക. ഈ പ്രാധാന്യം എവിടെയാണെന്ന് വെച്ചാൽ ദ ലാസ്റ്റ് പോയിൻ്റ് ഓഫ് യുവർ സെയിൽ, അതാണ് നിങ്ങളുടെ ഫസ്റ്റ് പോയിൻ്റ് ഓഫ് സെക്കൻഡ് സെയിൽ. നിങ്ങളത് ക്വാളിറ്റി ഹാൻഡ് ഓവർ നടത്തുകയും ഒരു താങ്ക് യു പറയുകയും ചെയ്താൽ നിങ്ങളുടെ ആ കസ്റ്റമർ തന്നെ നിങ്ങൾക്ക് വേണ്ടി അഡ്വർടൈസ് ചെയ്യുന്നവരായി മാറും. അറ്റ് നോ കോസ്റ്റ് ഇറ്റ് ഈസ്. അതിന് പ്രത്യേകിച്ച് ചിലവുകളൊന്നുമില്ലാതെ അവരുടെ വേർഡ് ഓഫ് മൗത്ത് എന്ന ലോകത്തിലെ ഏറ്റവും പവർഫുൾ എന്ന് പറയപ്പെടുന്ന അഡ്വർടൈസിങ് ടൂൾ അത് വർക്കൗട്ട് ചെയ്ത് കൊടുക്കും. റെഫറൻസ് വരുന്നവരെ മാന്യമായി സ്വീകരിക്കുക, ഗ്രാറ്റിറ്റ്യൂഡോടെ തിരിച്ചയക്കുക. ഇതാണ് പ്രധാനപ്പെട്ട വസ്തുക്കൾ. നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കുക, ആൻ ഓഡിയൻസ് ടു ഹിയർ യു, കമ്മ്യൂണിക്കേറ്റ് വെൽ. ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു പ്രൊഡക്റ്റ് ലോഞ്ചിങ് അവിടെ സംഭവിക്കുകയാണ്. ഇഫ് യു വാണ്ട് ടു ലേൺ മോർ ഇൻ ഡീറ്റെയിൽ, നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ്സെ പറ്റി കൂടുതൽ അറിയണം, പ്രൊഫഷണലായിട്ട് ഇത്തിരി കൂടി പ്രൊഫഷണൽ ടച്ചോടെ കൂടെ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, എൻ്റെ വാക്കുകൾ വിശ്വാസമായി തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ഫ്രീ കോച്ചിങ്ങിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. 10 ദിവസത്തെ ഒരു വാട്സാപ്പ് കോഴ്സാണത്. ഫിക്സ് ഇറ്റ് റൈറ്റ് എന്ന ബിസിനസ് ലോഞ്ചിങ് പ്രോഗ്രാം. ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ ഇതിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ബിസിനസ് എന്ന് മാത്രം ഒരു മെസ്സേജ് അയച്ചാൽ മതി. ഡീറ്റെയിൽസ് റിപ്ലൈ മെസ്സേജിൽ തരുന്നതാണ്. ഇതൊരു വാട്സാപ്പ് ഗ്രൂപ്പിലൂടെയാണ് ക്ലാസ്. 10 ദിവസം മാത്രം. And for more details you can message me. Thank you for listening. Thank you for watching. And please subscribe. Please support.